ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ജോലി കിട്ടാതിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഏറ്റവും റിലവൻ്റ് ആയ ഇൻഡസ്ട്രികൾ അതിനാവശ്യമായുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സിലബസ് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് അല്ലാത്ത ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ എബ്രോഡ് ജോലി ചെയ്യാൻ സാധിക്കില്ല. വെറുതെ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് കാര്യമില്ല. കോഴ്സിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയാൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. CV എല്ലാ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് CV-യിൽ ഉൾപ്പെടുത്തി CV സബ്മിറ്റ് ചെയ്യുന്നത് കാൻഡിഡേറ്റ് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ഏതൊരു ജോബിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും റെലവൻറ്റ് ജോബ് എക്സ്പീരിയൻസുമാണ് CV-യിൽ ഉൾപ്പെടുത്തേണ്ടത്. IT സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഏതൊരു ജോബിനും ഇമ്പോർട്ടൻ്റ് ആയ പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാതെ ജോലിക്ക് ശ്രമിച്ചാൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോലി കിട്ടാൻ എളുപ്പമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.